نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കുകയും മുത്തഖികളും മുഹ്സിനുകളുമായി ഇസ്ലാമിക ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അതാണ് കാര്യം. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുകയാണെങ്കിൽ അത് ഹൃദയങ്ങളുടെ തഖ്വയിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്നത് ഏറ്റവും പ്രധാനമായി ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ബഹുമാന്യരായ നമ്മുടെ അനേകം സഹോദരീ സഹോദരന്മാർ, പ്രിയപ്പെട്ടവർ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദുനിയാവിലെ ഒരു വർഷത്തിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാദത്തുകൾ ഏറ്റവും വലിയ പുണ്യം ലഭിക്കുന്ന ഒരു സന്ദർഭമാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു സത്യവിശ്വാസി കാത്തിരിക്കുന്ന ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. കാരണം ഈ നാളുകളിൽ നമ്മുടെ നന്മകൾക്ക് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കും, തിന്മകൾ മായ്ക്കപ്പെടും, വീഴ്ചകളെല്ലാം മറ്റു കാലഘട്ടത്തെക്കാൾ കൂടുതലായി നമുക്ക് മാപ്പ് നൽകപ്പെടും. അതേപോലെ അള്ളാഹു സത്യവിശ്വാസികൾക്ക് പദവികൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾക്ക് കൂടുതലായി ഉത്തരം ലഭിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ അളവില്ലാത്ത നേട്ടങ്ങളാണ് ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ ഉൾക്കൊള്ളുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 രാവും പകലും റമദാൻ മാസത്തെ എത്ര ശ്രദ്ധയോടെയാണ് നാം കൊണ്ടുവന്നിരുന്നത്, അതേ ശ്രദ്ധയിൽ നാം കൊണ്ടുവരേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹുവിന് അമലുകൾ ഏറ്റവും പ്രിയപ്പെടുന്നത് ഈ 10 ദിവസങ്ങളെക്കാൾ മറ്റൊരു ദിവസത്തിലുമില്ല എന്നാണ്. അപ്പം അള്ളാഹുവിന് അമലുകൾ ഏറ്റവും പ്രിയപ്പെട്ടത് ഏത് ദിവസത്തിലെ അമലുകളാണ്? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ ഇബാദത്തുകൾ. അത് ഫർളുകൾക്ക് പുറമെയുള്ള സുന്നത്തായ നിസ്കാരങ്ങൾ, സുന്നത്തു നോമ്പുകൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ, ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള നന്മകളുണ്ടോ അതൊക്കെ ഏറ്റവും കൂടുതലായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് ഈ 10 ദിവസങ്ങളിലാണ്. അല്ലാമ ഇബ്നു അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അന്നാസു ഫീ ഗഫ്ലത്തിൻ
അൻ അശ്രി ദുൽഹിജ്ജ. ബഹുജനങ്ങളൊക്കെ ദുൽഹിജ്ജയിലെ ഈ 10 ദിവസത്തെക്കുറിച്ച് അശ്രദ്ധയിലാണ്. ഫഅലാ തലബത്തിൽ ഇൽമി, അറിവ് അന്വേഷിക്കുന്ന ആളുകൾക്ക് ഒരു ബാധ്യതയുണ്ട്. അൻ യുബയ്യിനു ഫദ്ലഹാ ലിൽ അമ്മ, പൊതുജനങ്ങൾക്ക് ഈ 10 ദിവസത്തിന്റെ പ്രത്യേകതകൾ ഉണർത്തിക്കൊണ്ടിരിക്കണം. ഫൽ ആമത്തു യുഹിബ്ബൂനൽ ഖൈർ, പൊതുജനങ്ങളൊക്കെ നന്മ ഇഷ്ടപ്പെടുന്നവരാണ്. വലാകിൻ ഖദ് ഗഫല തലബത്തുൽ ഇൽമി അൻ തൻബീഹിഹിം, ഇവിടെ ഇൽമ പഠിക്കുന്ന ആളുകൾ, പണ്ഡിതന്മാർ, അറിവുള്ളവർ, അറിവ് പഠിക്കുന്നവർ ഈ കാര്യം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ മറന്നുപോകുന്നു, അല്ലെങ്കിൽ ബോധവൽക്കരിക്കുന്നതിൽ അശ്രദ്ധ കാണിക്കും. അപ്പോൾ ബഹുജനങ്ങളെ ബോധവൽക്കരിക്കാത്തത് കൊണ്ട് മാത്രം ഈ ദിവസം പാഴാക്കുന്നവരുണ്ട്. ഇത്രയും വലിയ പ്രാധാന്യമുണ്ട് എന്ന് പലരും ചിന്തിക്കാറില്ല. ഇബാദത്തുകൾ ചെയ്യാൻ ആഗ്രഹമില്ലായിട്ടല്ല, നോമ്പെടുക്കാനോ സുന്നത്ത് നോമ്പെടുക്കാനോ അതേപോലെ സദഖ നൽകാനോ ഖുർആൻ ഓതാനോ ദിക്റുകൾ ചൊല്ലാനോ ഒന്നും മടിയുള്ളത് കൊണ്ടല്ല. ഇതിനൊരു പ്രത്യേകം പ്രാധാന്യമുണ്ട് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് റമദാനിൽ ജാഗ്രത കാണിക്കുന്നത് പോലെ പലരും ഈ ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ജാഗ്രത കാണിക്കാറില്ല. അതുകൊണ്ട് ഖത്തീബുമാർക്കും താലിബുൽ ഇൽമിനും ഉലമാക്കൾക്കുമൊക്കെ ബഹുജനങ്ങളെ ഇത് ബോധവൽക്കരിക്കേണ്ട ബാധ്യതയുണ്ട് എന്നാണ് മുഹമ്മദ് സ്വാലിഹ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായി അള്ളാഹു ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ ആണയിട്ട് സംസാരിച്ചിട്ടുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെ സത്യം, 10 രാവുകൾ തന്നെ സത്യം. അവിടെ ലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ ഈ അശ്ർ ദുൽഹിജ്ജ, അത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് എന്ന് മുഫസ്സിറുകളെല്ലാം വ്യക്തമാക്കിയത് കാണാൻ സാധിക്കും. രണ്ടാമതായി ഈ ദിവസങ്ങളെ അറിയപ്പെട്ട ദിവസങ്ങൾ, മഅലൂമാത്തായിട്ടുള്ള നാളുകൾ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ 203-ാമത്തെ ആയത്ത്, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂലാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവെ ഓർക്കണം. അതേപോലെ സൂറത്തുൽ ഹജ്ജിൽ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ജനങ്ങൾക്കിടയിൽ നീ ഹജ്ജിനെ കുറിച്ച് വിളംബരം നടത്തുക. ആളുകൾ കാൽനടയായും അതേപോലെ മെലിഞ്ഞതുമല്ലാത്തതുമായ ഒട്ടകങ്ങളിലും വാഹനങ്ങളിലുമായും എല്ലാ ആഴമുള്ള ഊടുവഴികളിലൂടെയും ഈ ഹജ്ജിന് വേണ്ടി എത്തും. ലിയശ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന പ്രയോജനങ്ങൾക്ക് സാക്ഷികളാകാൻ. വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ അല്ലാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി. എന്നിട്ട് ആ ദിക്റുകളോടെയുള്ള ബലിയിലായി അവർ മുഴുകുമെന്ന് സൂറത്തുൽ ഹജ്ജിലെ 27-28 ആയത്തുകളിൽ പറയുന്നു. ഭൂരിപക്ഷ മുഫസ്സിറുകളും ഈ ആയത്തുകളെ വിശദീകരിച്ചപ്പോൾ അന്ന അയ്യാമൽ മഅലൂമാത്തി ഹിയ അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് ഇവിടെ ഇബാദത്തുകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, ബലി കൊണ്ട് സജീവമാകുന്ന ദിവസങ്ങളെന്ന് വിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞത് കാണാം. ആ തഫ്സീർ നൽകിയ കൂട്ടത്തിൽ സ്വഹാബികളുണ്ട്, താബികളുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പോലുള്ള സ്വഹാബികളൊക്കെ ഈ അഭിപ്രായമാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് അയ്യാമും മഅലൂമാത്ത് എന്നതാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹം പഠിപ്പിച്ചു, മാ മിൻ അയ്യാമിൻ അഅളമ ഇൻദല്ലാഹ് വലാ അഹബ്ബ ഇലൈഹി, അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും മഹത്വമുള്ളതോ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതോ ആയ മറ്റൊരു ദിവസവുമില്ല. എന്താണ് അള്ളാഹുവിന് പ്രിയപ്പെട്ടത്? അൽ അമലു ഫീഹിന്ന, ഈ ദിവസങ്ങളിൽ അമൽ ചെയ്യുക, ഇബാദത്തുകൾ ചെയ്യുക എന്നത്. ഏതിനേക്കാൾ? ഈ ദിവസങ്ങളെക്കാൾ, ഈ മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ 10 ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന്റെ അമലുകൾക്ക് പ്രിയങ്കരമായ മറ്റു ദിവസങ്ങളില്ല. ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് തുടങ്ങിയ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അപ്പം ദുൽഹിജ്ജ 10 ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഇബാദത്ത് എന്താണ്? ലളിതമായ ഇബാദത്താണ്, ദിക്റുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് തുടങ്ങിയിട്ടുള്ള ദിക്റുകളാണ് രാവും പകലും ഈ ദിവസങ്ങളിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് എന്ന് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായി എന്ന റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. അഫ്ളലു അയ്യാമി ദുനിയ എന്നാണ്, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് എന്നാണ് ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഈ 10 നാളുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഫളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ഈ 10 ദിവസങ്ങൾ അത് ദുനിയാവിലെ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായതാണ്.
മനസ്സിലായില്ലേ? അപ്പൊ ചോദിക്കപ്പെട്ടു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടം, യുദ്ധം, ഒരു യുദ്ധത്തെക്കാൾ ഫضലുള്ളത് ഈ 10 ദിവസങ്ങളിലെ ഇബാദത്തുകൾക്കാണോ എന്ന ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, അതെ, വലാ മിസ്ലഹുന്ന, അതിന് തുല്യമായി മറ്റൊന്നുമില്ല. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത് എപ്പോഴാണ് ഇതിനേക്കാൾ മികച്ചതായി തീരുന്നത് എന്നറിയാമോ? ഇല്ലാ റജുലുൻ അഫറ വജ്ഹഹു ബിത്തുറാബ്, അവന്റെ ഒരു പോരാളി അയാളുടെ മുഖം മണ്ണിൽ പുരണ്ടാൽ ഒഴികെ. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരാൾ ശത്രുവിന്റെ ആയുധമേറ്റ് രക്തസാക്ഷിയായിട്ടുണ്ടെങ്കിൽ, അയാളുടെ രക്തം മണ്ണിൽ പുരണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാത്രമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തിലെ ദിക്റുകളെക്കാളും മറ്റ് ഇബാദത്തുകളെക്കാളും മുകളിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഷഹീദിനോട് തുല്യമായ പ്രതിഫലമാണ് ഈ 10 ദിവസങ്ങളിലെ ഇബാദത്തുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അലസന്മാരാകാതെ ഇബാദത്തുകളിൽ സജീവമാകാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം. മറ്റൊന്ന്, അറഫ ദിനം. അത് ഈ 10 ദിവസങ്ങളുടെ ഏറ്റവും വലിയൊരു പോരിശയാണ്. മനസ്സിലായില്ലേ? ഉമ്മു സലമ ബീവിയിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദിൽഹിജ്ജ, ദിൽഹിജ്ജയിലെ 9 ദിവസങ്ങളിൽ നോമ്പ് നോറ്റിരുന്നു. അപ്പം 9 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. പക്ഷേ ദുൽഹിജ്ജയിലെ 9ാമത്തെ ദിവസത്തെ നോമ്പ് അത് പ്രത്യേക പുണ്യമാണ്. അബൂ ഖതാദയിൽ നിന്ന് കാണാം, സിയാമു യൗമി അറഫ ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. അബൂ ഖതാദയിൽ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഫ ദിനത്തിലെ നോമ്പ് ഞാൻ വിചാരിക്കുന്നത് അത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെ മായ്ച്ചു കളയും എന്നാണ്. അപ്പൊ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളെ മായ്ച്ചു കളയാനും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപത്തെ മായ്ച്ചു കളയാനും തക്കവണ്ണം അള്ളാഹു വലിയ പാപമോചനത്തിന്റെ ഇബാദത്തായി നിർണയിച്ചിട്ടുള്ള ഒരു ഇബാദത്താണ് ഈ ദുൽഹിജ്ജ മാസത്തിലെ അറഫ ദിനത്തിലെ നോമ്പ്. അറഫ ദിനത്തിലെ നോമ്പിനെ ഹദീസുകളിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് സൗമു യൗമി അറഫ, അറഫ ദിനത്തിലെ നോമ്പ് എന്നാണ്. അറഫ എന്ന് പറയുന്നത് സൗദി അറേബ്യയിലുള്ള സ്ഥലമാണ്, പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ ഹാജിമാർ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമലുമായി ദുൽഹിജ്ജ 9 ഒരുമിച്ച് കൂടും. പ്രധാനമായും ഇസ്തിഗ്ഫാറും ദുആകളുമാണ്. അവർ സൂര്യാസ്തമയം വരെ അവിടെയാണ് മുഴുവൻ ഹാജിമാരും ഒരേ സമയത്ത് ആണും പെണ്ണും എല്ലാം കഴിച്ചു കൂട്ടുന്നത് ആ അറഫയിലാണ്. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അത് അറഫയാണ്. അറഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്നുകളിൽ ഒന്നാണ് ഈ അറഫ ദിനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അറഫയിൽ ഹാജിമാർ എന്നാണ് ഒരുമിച്ച് കൂടുന്നത്, ആ ദിവസത്തെ നോമ്പ് എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. എല്ലാ പൂർവികരും അതേപോലെ തന്നെ ആധുനികരുമായ എല്ലാ പണ്ഡിതന്മാരും ആ കാര്യം കൃത്യമാക്കിയിട്ടുണ്ട്. ഹാജിമാർ അറഫയിൽ എന്നാണ് നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ, നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ പ്രാദേശികമായ നിലപാടുകൾക്കനുസരിച്ച് അവനവന്റെ നാട്ടിലെ ഹിലാലിനനുസരിച്ച് മാസം നിശ്ചയിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ അവിടെ അറഫയിൽ നിൽക്കുമ്പോഴും ഇവിടെ ദുൽഹിജ്ജ 8 ആയിട്ടേ ഉണ്ടാവും. ഇത്തവണ അങ്ങനെയാണ് കാണുന്നത്. ഭൂരിപക്ഷം പേരും നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ വ്യക്തികൾ, അതേപോലെ ഹിലാലിനെ സംബന്ധിച്ച് തീരുമാനം പറയുന്ന ആളുകളൊക്കെ പറയുന്നത് അറഫ ദിനം അത് വെള്ളിയാഴ്ചയാണ്, പെരുന്നാൾ കഴിക്കേണ്ടത് ശനിയാഴ്ചയാണ്. യഥാർത്ഥത്തിൽ വ്യാഴാഴ്ച അറഫയിൽ ജനങ്ങൾ നിൽക്കുന്ന നഗ്നനേത്രം കൊണ്ട് കാണാൻ നമുക്ക് ഇന്ന് സാധിക്കും. ഹദീസിലാണെങ്കിൽ നിങ്ങൾ ദുൽഹിജ്ജ, ഇനി വാദത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ദുൽഹിജ്ജ 9 നോമ്പ് നോൽക്കണമെന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് പോലും സ്വയമായി വന്നിട്ടില്ല. അറഫ ദിനത്തിലെ നോമ്പ് എന്നാണ്. അറഫ എവിടെയാണ്? അത് സൗദി അറേബ്യയിലാണ്. അവിടെ സൗദി അറേബ്യയിൽ അറഫ ദിനം എന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ പുണ്യം പൂർണ്ണമായി ലഭിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ അറഫ ദിനത്തിൽ തന്നെ നോമ്പെടുക്കണം. ഇത് അറഫയിലുള്ളവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന വിശദീകരണമൊന്നും അതിനാവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി തന്നെ പഠിപ്പിച്ചത് സൗം യൗമി അറഫ, ഹാജിമാരൊക്കെ അറഫയിൽ നിൽക്കുന്നു ആ ദിവസം. അപ്പൊ ചില ആളുകൾ ചോദിക്കും, നമ്മളിവിടെ നേരം വെളുക്കുമ്പോൾ അവിടെ അറഫയിൽ നിന്നിട്ടില്ലല്ലോ, അവിടുത്തെ സമയവും ഇവിടുത്തെ സമയവും 2.5 മണിക്കൂർ വ്യത്യാസമുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. ദിവസത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമില്ലല്ലോ. അവിടെ അറഫയിൽ നിൽക്കുന്നത് വ്യാഴാഴ്ചയാണെങ്കിൽ ഇവിടെ വ്യാഴാഴ്ചയുണ്ട്. അതുകൊണ്ട് അവിടെ അവർ വരുന്ന വ്യാഴാഴ്ച അറഫയിൽ നിൽക്കുമ്പോൾ വരുന്ന വ്യാഴാഴ്ച നമ്മൾ അറഫ നോമ്പ് എടുക്കണം. ദിനത്തിന് വ്യത്യാസമില്ല. സൗം യൗം അറഫ, അറഫ ദിനത്തിലെ നോമ്പ്, ദിനമാണ്. അല്ലാതെ അറഫയിൽ എപ്പോഴാണ് അവർ കയറി നിൽക്കുന്നത് അപ്പം നോമ്പ് തുടങ്ങണമെന്നല്ല. നോമ്പ് തുടങ്ങിയാൽ 7:30 മണിക്കല്ലല്ലോ, 8 മണിക്കല്ലല്ലോ, അത് സുബഹിന് ആരംഭിക്കണം. ഫജ്ർ ആരംഭിക്കുന്നതോടെ നോമ്പ് ആരംഭിക്കണം. അപ്പോൾ ദിനമാണ് പ്രസക്തം.
മാത്രവുമല്ല ഹിലാലിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിന്റെ ഇബാദത്തുകൾ, ഇസ്ലാമിന്റെ ഈ നോമ്പും അതേപോലെ തന്നെ ഹജ്ജും ഒക്കെ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളത്. അല്ലാതെ നിസ്കാരത്തെ പോലെ സൂര്യന്റെ ചലനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിനം അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഇനി ദുൽഹിജ്ജ അത് 1-ാം തീയതി ലോകത്തെല്ലായിടത്തും 1-ാം തീയതിയാണ് എന്നതുപോലെ ദുൽഹിജ്ജ 9 അങ്ങനെ തന്നെ അറഫാ ദിനം എന്നാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ 10 ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഹജ്ജിന് പോയിട്ടില്ലാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്താണ്? അറഫാ ദിനത്തിലെ നോമ്പാണ്. അത് ആ ദിനത്തിൽ തന്നെ നോമ്പെടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുവിൽ തുല്യതയില്ലാത്ത ഒരു ഇബാദത്താണ്. സാധിക്കുമെങ്കിൽ ദുൽഹിജ്ജയിലെ 9 ദിവസവും നോമ്പെടുക്കൽ സുന്നത്താണ്, സംശയമല്ല. ഞാൻ നേരത്തെ വായിച്ചല്ലോ. പിന്നെ ഉമ്മു സലമ ബിബി എന്ന ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദുൽഹിജ്ജ. ചില ആളുകൾ ഈ ഹദീസിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ദുൽഹിജ്ജ 9-ാമത്തെ ദിവസം, താസി എന്നാണ് അതിന് പറയാം. ഹദീസിൽ വന്നത് താസി ദുൽഹിജ്ജ എന്നല്ല, 9 ദുൽഹിജ്ജ. ദുൽഹിജ്ജയിലെ 9 ദിവസവും നോമ്പെടുക്കൽ സുന്നത്താണ്. ദുൽഹിജ്ജ 1 മുതൽ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ, ഇന്നലെയും ഒക്കെ എന്താണ് നോമ്പെടുക്കൽ സുന്നത്തായിരുന്നു എന്നർത്ഥം. പ്രത്യേകം സുന്നത്തുള്ളത് ഏതാണ്? അത് അറഫാ ദിനത്തിലെ നോമ്പാണ്. അതെന്നാ എടുക്കേണ്ടത്? അറഫാ ദിനത്തിൽ തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്ന് കാണാൻ സാധിക്കും. അറഫാ ദിനത്തിന്റെ പ്രത്യേകത അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബിയിൽ നിന്ന് നബി പറഞ്ഞതായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല ലയുബാഹി മലായികതഹു അശിയത അറഫ. അറഫാ ദിനത്തിലെ പ്രദോഷത്തിൽ, സൂര്യാസ്തമയ സമയത്ത്, വൈകുന്നേര സമയത്ത് അല്ലാഹു മലക്കുകളോട് അഭിമാനം പറയും. അല്ലാഹു പറയും, ഉള്ളുറു ഇലാ ഇബാദി, കണ്ടോ എന്റെ അടിമകളെ നോക്കൂ. അറഫായിൽ ഒരുമിച്ച് കൂടിയ ഹാജിമാരെ ചൂണ്ടി അല്ലാഹു മലക്കുകളോട് പറയും, എന്റെ അടിമകളെ നിങ്ങൾ നോക്കുക. എന്താണ് അവരുടെ പ്രത്യേകത? ചപ്രത്തലയന്മാരായും പൊടി പുരണ്ടവരായും അവരെല്ലാവരും എന്റെ അരികിലേക്ക് മാപ്പ് ചോദിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങനെ പാറിക്കിടക്കുക, യാത്രയല്ലേ. അതേപോലെ തന്നെ ഈ നടപ്പായതുകൊണ്ട് ഈ ശരീരത്തിലൊക്കെ പൊടി പുരണ്ടിരിക്കും. ആ അറഫായുടെ പ്രദേശത്ത് മലമടകൾക്കിടയിലും അതിന്റെ താഴ്വാരത്തിലുമൊക്കെ ഹാജിമാരെല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആ ഒരു സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ മലക്കുകളുടെ അഭിമാനം പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിവസത്തിലാണ് നമ്മൾ സുന്നത്ത് നോമ്പെടുക്കുന്നത്. നമുക്ക് ആ ബോധമുണ്ടായിരിക്കണം. മറ്റൊന്ന്, ഈ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് ഇസ്ലാമിലെ വിശിഷ്ടമായ ബലി എന്ന ഇബാദത്ത് അല്ലാഹു നിശ്ചയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്ലമുൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ, ദിവസങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും മഹത്വമുള്ള ദിവസം അത് ബലിദിനമാണ്. ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ടെങ്കിൽ ആ 10 ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രത്യേകതയുള്ളത് അത് ബലിദിനത്തിനാണ് എന്ന് പഠിപ്പിച്ചു. പിന്നെ മാംസം സൂക്ഷിച്ചു വെക്കുന്ന തൊട്ടടുത്ത ബലിദിനം കഴിഞ്ഞാലുള്ള ദിവസങ്ങൾ എന്നും, അതായത് അയ്യാമത്തെ ശരീരത്തിന്റെ ദിവസങ്ങളാണ് പിന്നീട് ശ്രേഷ്ഠമായ ദിവസങ്ങളെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ലോകത്തുള്ള ദിവസങ്ങളിൽ ഏറ്റവും പവിത്രമായ ദിവസങ്ങൾ, പവിത്രമായ മാസം അത് ദുൽഹിജ്ജയാണ്. പവിത്രമായ ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അതിലേറ്റവും പവിത്രമായ ദുൽഹിജ്ജ 10-ാമത്തെ ദിവസമാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഇബാദത്തുകൾ, ബലി നടക്കുന്നതും മുടി കളയുന്നതും വലിയ ജംറയിൽ കല്ലെറിയുന്നതും അതേപോലെ തന്നെ തവാഫുൽ ഇഫാദ് നിർവഹിക്കുന്നതും സഅയ് നടത്തുന്നതും ഒക്കെ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അൽ ഹജ്ജുൽ അക്ബർ. ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, ബലിപെരുന്നാളും വെള്ളിയാഴ്ചയും വന്നാലേ ഹജ്ജുൽ അക്ബർ ആവും. അല്ല, എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ബലിപെരുന്നാളും എല്ലാ ബലിപെരുന്നാളും കടന്നു വരുന്ന ദുൽഹിജ്ജ 10 അത് തീർച്ചയായും അൽ ഹജ്ജുൽ അക്ബർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതിന് വെള്ളിയാഴ്ച ഒരുമിച്ച് വരേണ്ടതില്ല. അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ലോകത്തുടനീളം ഇപ്രാവശ്യം ബലിപെരുന്നാൾ വരുന്നത് വെള്ളിയാഴ്ചയാണ്. വരുന്ന വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ബലിപെരുന്നാളാണ്. ആ ബലിപെരുന്നാളിനാണ് ഹാജിമാർ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 അമലുകളുമായി ഒരുമിച്ച് കൂടുന്നത്. ആ അമലുകൾ നിർവഹിക്കുന്ന ആ സന്ദർഭം അത് ദുനിയാവിലെ ഏറ്റവും മികച്ച ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ കൂട്ടത്തിൽ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ഏറ്റവും പവിത്രമായ ഈ മാസത്തെക്കാൾ, ഏറ്റവും പവിത്രമായ ഈ 10-ാമത്തെ ദിവസത്തെക്കാൾ പവിത്രമാണ് ഓരോ സത്യവിശ്വാസിയുടെയും ഇസ്സത്ത്. സത്യവിശ്വാസിയുടെ ആത്മാഭിമാനം അതിനേക്കാൾ പവിത്രമാണ്.
ദുൽഹിജ്ജ മാസത്തെക്കാൾ, ദുൽഹിജ്ജ 10-നേക്കാൾ അള്ളാഹുവിന്റെ അരികിൽ പവിത്രമായിരിക്കുന്നത് ഒരു സത്യവിശ്വാസിയായ ഒരു മുഅ്മിനിന്റെ, മുവഹ്ഹിദിന്റെ അന്തസ്സാണ്, അഭിമാനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പരസ്പരം പരിഹസിച്ചും കുറ്റപ്പെടുത്തിയും ഇകഴ്ത്തിയും തരം താഴ്ത്തിയും ശപിച്ചുമൊക്കെ ഒരിക്കലും സൃഷ്ടികളെ, സത്യവിശ്വാസികളെ, തൗഹീദുള്ള ആളുകളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. മറ്റുള്ളവരെ പറ്റി ഗീബത്ത് പറയുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. നമീമത്തുമായി നടക്കുന്നവരായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. പരസ്പരം തമ്മിൽ തല്ലിക്കുന്നവരാകാൻ പാടില്ല. നേരെ മറിച്ച് തൗഹീദും ഈമാനുമുള്ള ആളുകളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും തൗഹീദിന്റെ പേരിൽ അവരുടെ അഭിമാനം സംരക്ഷിക്കുകയും ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. കുഫറിനോടും ശിർക്കിനോടും വിയോജിപ്പ് പ്രഖ്യാപിക്കണം. കാരണം 2 മഹാപ്രവാചകന്മാർ, ഒന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും, രണ്ടാമതായി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരുടെ തൗഹീദി ദഅവത്തിന്റെ ചരിത്രം, ആ ചരിത്ര ഭൂമികയിലാണ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഇബാദത്തുകളൊക്കെ നടക്കുന്നത്. ഇബ്രാഹിം നബി പറഞ്ഞത് ഇന്നാ ബുറആഉ മിൻകും, മുശ്രിക്കുകളെ നിങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാണ്, നിങ്ങളുടെ ശിർക്കിൽ നിന്നും ഞാൻ ഒഴിവാണ് എന്നാണ്. അപ്പോൾ ശിർക്ക് ഒഴിവാക്കിയാൽ മാത്രം പോരാ, ശിർക്കന്മാരെയും ഒഴിവാക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ ഇബാദത്തുകൾക്കൊന്നും ശിർക്കന്മാരെ, ഖബർ പൂജ നടത്തുന്നവരെ, ഖബറാളുകളെ വിളിച്ചു തേടുന്നവരെ, അത്തരം ആളുകളെ അവലംബിച്ചുകൊണ്ട് ഒരു ഇബാദത്തിന്റെ പിറകെയും അവർ മാസം അർപ്പിക്കുന്നുണ്ടോ, അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടോ? ഒരിക്കലും ശിർക്ക് ചെയ്യുന്ന ഖാദിമാരെ പരിഗണിക്കേണ്ട ബാധ്യത ഈമാനുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. തൗഹീദിന്റെ ആദർശമാണ് ഈ ബലിപെരുന്നാളിന്റെ പ്രഖ്യാപനം. അത് തന്നെയാണ് ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകത. അത് തന്നെയാണ് ഹജ്ജ് കർമ്മത്തിൽ ഓരോ ദിവസവും ദുൽഹിജ്ജ 8-ാം തീയതി ഹാജിമാർ നിയത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് വരുന്ന ബുധനാഴ്ച ദിവസം നമ്മുടെ ഹാജിമാരെല്ലാം ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജത്തൻ എന്ന് പറഞ്ഞ് ഹജ്ജിലേക്ക് പുറപ്പെടും. എന്നിട്ട് അവർ മിനയിൽ പോയി അന്നത്തെ ദിവസം താമസിക്കും. അടുത്ത വ്യാഴാഴ്ച നമ്മുടെ ഹാജിമാരെല്ലാം അറഫയിലേക്ക്, പ്രഭാതം കഴിഞ്ഞാൽ അവർ അറഫയിലേക്ക് പുറപ്പെടും. അന്ന് സൂര്യാസ്തമയം വരെ അവർ അറഫയിൽ കഴിച്ചുകൂട്ടും ഹാജിമാരെല്ലാവരും. നാം അന്ന് അടുത്ത വ്യാഴാഴ്ച ഹാജിമാരെല്ലാം അറഫയിൽ തങ്ങുന്ന ദിവസം നമ്മൾ അറഫ ദിനത്തിൽ ഹാജിമാരല്ലാത്തവർക്ക് അല്ലാഹു പ്രത്യേകം സുന്നത്താക്കിയിട്ടുള്ള സുന്നത്ത് നോമ്പിൽ സൗമു യൗമി അറഫ, അറഫ ദിനത്തിലെ നോമ്പിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അന്ന് മഗ്രിബിന് ശേഷം ഹാജിമാരെല്ലാവരും മുസ്ദലിഫയിലേക്ക് അവിടെ രാപ്പാർക്കാൻ വേണ്ടി ചെല്ലും. അന്ന് അവർ വിശ്രമിക്കും. കാരണം തൊട്ടടുത്ത ദിവസം അവർക്ക് വലിയ വലിയ ഇബാദത്തുകൾ ചെയ്യാനുണ്ട്. അൽ ഹജ്ജുൽ അക്ബർ എന്നറിയപ്പെടുന്ന യൗമുൻ നഹറിൽ, ബലിദിനത്തിൽ അവർക്ക് പ്രധാനപ്പെട്ട 5 ഇബാദത്തുകളാണ്. അവർ അറഫയിൽ, മുസ്ദലിഫയിൽ നിന്ന് അവർ വീണ്ടും ഇറങ്ങുകയും മിനായിൽ ചെന്ന് ബലിയിറക്കും. അതേപോലെ അല്ലെങ്കിൽ ബലിയെറുക്കാൻ ആളുകളെ ഏർപ്പാടാക്കും. അവർ മുടികളയും. അതേപോലെ തന്നെ വലിയ ജംറയിലേക്ക് നടന്നു ചെന്ന് മിനായുടെ അറ്റത്ത് അവർ ആ ജംറയിൽ കല്ലെറിയും. അത് കഴിഞ്ഞാൽ കഅബയിലേക്ക് ചെന്ന് തവാഫ് ചെയ്യുകയും സഅയ് നടത്തുകയും ചെയ്യും. ഇങ്ങനെ വലിയ ഇബാദത്തുകൾ. അത് കഴിഞ്ഞാൽ അടുത്ത 11, 12, 13 ലോകത്താരും പിന്നെ നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ഹറാമായ ദിവസമാണ്. ധാരാളമായി ബലിയെറുത്തവർ ആ ബലിമാംസം അന്ന് കഴിച്ചതിന്റെ ബാക്കി ഉണക്കി വെച്ച് കഴിക്കാനും നാട്ടിലുടനീളം എല്ലാവർക്കും, പാവങ്ങൾക്കെല്ലാം തന്നെ സമൃദ്ധമായ പ്രധാനപ്പെട്ട മാംസഭക്ഷണം കൂടി ഉറപ്പുവരുത്തുന്ന പെരുന്നാളാണ് ബലി പെരുന്നാൾ. അതേപോലെ തന്നെ നമ്മുടെ ത്യാഗത്തിന്റെ വലിയൊരു അടയാളമായി അത് നിൽക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തൗഹീദിന്റെ പ്രബോധന രീതിയിലെ ഏറ്റവും വലിയ ചരിത്രങ്ങൾ നമ്മളായി വരക്കുന്നു. ആ ഇബ്രാഹിം മില്ലത്താണ് നാം ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന ബോധത്തോടുകൂടി നാം ആ 11 ദിവസങ്ങളിൽ നോമ്പെടുക്കാതെ അയ്യാമു അഖിലിൻ വശുർബിൻ, ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുമുള്ള ദിവസമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. 2 പെരുന്നാൾ ദിനങ്ങളിലും അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങളിലും, ഈ 5 ദിനങ്ങളിലും ഒരു കാരണവശാലും നോമ്പെടുക്കാൻ പാടില്ല. എല്ലാ മാസവും അയ്യാമുൽ ബീദിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. പൗർണമി ദിവസങ്ങൾ, അതായത് എല്ലാ മാസത്തെയും 13, 14, 15 ദിവസങ്ങൾ നോമ്പെടുക്കുന്നത് സുന്നത്താണ്. എന്നാൽ ദുൽഹിജ്ജയിലെ 13-ന് നോമ്പെടുക്കാൻ പാടില്ല. 11, 12, 13 എന്താണ്? അയ്യാമു അഖ്ലിൻ വശുർബിൻ, അത് തിന്നാനും കുടിക്കാനുമുള്ള ദിവസമാണ് എന്നും വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഹാജിമാർ ഉച്ചയ്ക്ക് ശേഷം അവർ ജംറകളിലേക്ക് ചെല്ലുകയും 3 ജംറകളിലും അവർ കല്ലെറിയുന്നു. 7 വീതം കല്ലെറിയുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് 1-ാമത്തെയും 2-ാമത്തെയും ജംറയിൽ കല്ലെറിഞ്ഞാൽ അവർ റബ്ബിനോട് മനംനൊന്ത് ദുആ ചെയ്യും. 3-ാമത്തെ ജംറയിൽ കല്ലെറിഞ്ഞ് അവർ മടങ്ങുകയും ചെയ്യും. ഇങ്ങനെ 3-ാമത്തെ ദിവസവും അവർ കഴിഞ്ഞാൽ ഇവിടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയായി അവർ തവാഫുൽ വദാഉ നിർവഹിച്ച് അവർ നാട്ടിലേക്ക് മടങ്ങുമെന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയവർക്ക് തൗഹീദിൽ ഒരു വീഴ്ചയും വരാതെ, കർമ്മങ്ങൾക്ക് ഒരു അപാകതയും വരാതെ, വിദ്അത്തുകൾ കടന്നു വരാതെ അത് പൂർണ്ണമായി കൃത്യമായി നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു ഫൗസികും സാനിയൻ ബഇയ്യായ ബിതഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണ എല്ലാ പെരുന്നാളും നോമ്പുമൊക്കെ വരുമ്പം എല്ലാ കാലത്തും മുസ്ലിങ്ങളിലെ വിവിധ പാർട്ടികൾക്കിടയിൽ, വ്യക്തികൾക്കിടയിൽ തർക്കങ്ങൾ നടക്കും. അങ്ങാടികളിലും കവലകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും പള്ളിയിലുമൊക്കെ ഇരുന്ന് ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്താണ് ഇപ്പോൾ ഇത്തവണ തന്നെ നമുക്ക് നോക്കാം, വെള്ളിയാഴ്ച ലോകത്തുടനീളം പെരുന്നാളാണ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടേ നമ്മുടെ നാട്ടിലെ മാസം അനുസരിച്ച് കൊണ്ട് പെരുന്നാൾ നിശ്ചയിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ ശനിയാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ പലരും പെരുന്നാൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, അപ്പോൾ പറയും, അല്ല, നമ്മുടെ ലോകത്തെല്ലാവർക്കും ഒരു പെരുന്നാളാണ്, ഒരു നോമ്പാണ്, നമ്മൾ അങ്ങനെ ആയിരിക്കണം. തെളിവുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമൂ ലിറുഅ്യതിഹി, നിങ്ങൾ ഇഫ്താറിന്റെ കാഴ്ച അനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കണം. നിങ്ങൾ ഹിലാലിന്റെ കാഴ്ച അനുസരിച്ച് നോമ്പെടുക്കണം. വഅഫ്തിറൂ ലിറുഅ്യതിഹി, ഹിലാലിന്റെ കാഴ്ച അനുസരിച്ച് നോമ്പ് മുറിക്കണം. അപ്പം നോമ്പാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഹിലാലിന്റെ ദർശനം അനുസരിച്ചാണ്. സൂമൂ ലിറുഅ്യതിഹി വഅഫ്തിറൂ ലിറുഅ്യതിഹി ഫഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലൂ ഇദ്ദത 30. മേഘം മൂടി ഹിലാലിനെ കാണാതെ അത് മൂടിപ്പോയാൽ നിങ്ങൾ 30 പൂർത്തിയാക്കണം. ഇത് അവനവന്റെ നാട്ടിൽ കാണണം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. നിങ്ങളുടെ നാട്ടിൽ മാസം കണ്ടാൽ നോമ്പെടുക്കണം, നിങ്ങളുടെ നാട്ടിൽ മാസം കണ്ടാൽ നോമ്പ് മുറിക്കണം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടും ഇല്ല. എന്നുള്ളത് കൊണ്ടാണ് ഭൂരിപക്ഷം വരുന്ന ഉലമാക്കൾ, മദ്ഹബിന്റെ ഇമാമുകളെല്ലാം, എല്ലാ ഭൂരിപക്ഷം വരുന്ന ഉലമാക്കളും മാസം കണ്ടു, ലോകത്ത് എവിടെ വിശ്വസ്തമായി മാസം കണ്ടു എന്ന് ബോധ്യപ്പെട്ടാലും അന്ന് നോമ്പെടുക്കുക, അന്ന് പെരുന്നാൾ കഴിക്കുക, ഇതാണ് കൃത്യമായത്. പക്ഷേ മറ്റു പല നാടുകളിലെയും മാസപ്പിറയെക്കുറിച്ച് വ്യക്തമായും സത്യസന്ധമായും വിവരങ്ങൾ അറിയാനുള്ള അവസ്ഥ സ്വാഭാവികമായും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരുപാട് ദൂര വ്യത്യാസങ്ങളുണ്ട്. അവിടെ മാസം കണ്ടത് ഇവിടെ അറിയാൻ കാലതാമസങ്ങളുണ്ട്. അത് ബോധ്യപ്പെടാനും സ്ഥിരീകരിക്കാനും ഒക്കെ പ്രയാസങ്ങളുണ്ട്. സ്വാഭാവികമാണ് എന്ത്, നമുക്ക് മാസം കണ്ടു എന്ന് ഉറപ്പ് വരാതിരുന്നാൽ എന്ത് ചെയ്യും? മാസം കണ്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ സംശയിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ 2007 നമ്പർ ഹദീസ് കാണാം. സലമത്ത് ബിൻ അക്വർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദിൻ ഫിന്നാസ്, നീ ജനങ്ങൾക്കിടയിൽ മാസം കണ്ട വിവരം വിളിച്ചു പറയണം. അന്നമൻ കാന അകല ഫൽയസും ബഖിയത യൗമി, മാസം കണ്ട വിവരം അറിയാത്തത് കൊണ്ട് ഭക്ഷണം കഴിച്ചവരുണ്ട്. ഇന്നലെ മാസം കണ്ട വിവരം നാട്ടുകാർ അറിഞ്ഞിട്ടില്ല. നബി അറിയുന്നത് നേരം പുലർന്നതിന് ശേഷമാണ്. അപ്പൊ എന്താണ്? അപ്പോൾ നബി അറിഞ്ഞ സമയത്ത് നബി പറയുകയാണ്, നാട്ടുകാരോട് പോയിട്ട് ഇന്ന് നോമ്പാണെന്ന് പറയണം. ഭക്ഷണം കഴിച്ചവരോട് പറയാം, ഇനിയുള്ള സമയം നോമ്പിലായിരിക്കുക. ഭക്ഷണം കഴിക്കാത്തവരോട് വമല്ലം യകുൻ അകല, അവരെ ഭക്ഷണം കഴിക്കാത്തവരാണെങ്കിലോ ഫൽയസും, അവർ ഇന്നത്തെ ദിവസം നോമ്പായിരിക്കട്ടെ. ഫൈനൽ യൗമ യൗമ ആശൂറ, ഇന്ന് ആശൂറ ദിനത്തിന്റെ നോമ്പാണ്. ആ കാലഘട്ടത്തിൽ ആശൂറ നോമ്പ് വാജിബായിരുന്നു. നോമ്പ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല. അപ്പം വാജിബായ ഒരു നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മാസം കണ്ടു എന്നറിഞ്ഞതും നേരം പുലർന്നതിന് ശേഷമായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് നോമ്പ് നോൽക്കാൻ പറഞ്ഞതില്ലെന്ന്. ഞങ്ങൾ ഏതായാലും മാസം കണ്ടില്ലല്ലോ, അറിഞ്ഞില്ലല്ലോ, നേരം പുലർന്ന് പരപര വെളിച്ചം വന്നതിന് ശേഷമാണ് അറിയുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം നാളെ മുതലാകട്ടെ അല്ലെങ്കിൽ നാളെയാകട്ടെ എന്ന ഒരു തീരുമാനം എടുക്കാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഹദീസിൽ വേറെയും ചില റിവായത്തുകളുണ്ട്. ഇതെല്ലാം തന്നെ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ ഹദീസ് സ്വഹീഹിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 6ാം വാള്യം 123-ാം പേജിൽ കാണാം. രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇത് ആശൂറ നോമ്പിനെ കുറിച്ചാണെങ്കിലും ഇത് റമദാനിന് ബാധകമാണ്. കാരണം എന്താണ്? ഈ റിപ്പോർട്ട് വരുന്ന സമയത്ത് ആശൂറ നോമ്പ് ഫർളാണ് എന്നുള്ളതാണ്. റമദാൻ നോമ്പ് ഫർളാക്കുന്നതിന് മുമ്പ് ആശൂറ നോമ്പ് ഫർളായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമതായി, ഒരാൾ മാസപ്പിറവിയെ കുറിച്ച് അറിയുന്നത് ഒരു വൈകുന്നേര സമയത്താണെങ്കിൽ പോലും അയാൾ എപ്പോൾ നോമ്പിനെ കുറിച്ച് അറിയുന്നുവോ ആ സമയത്ത് തൊട്ട് നോമ്പെടുക്കണം എന്നതിൽ നിന്ന് മനസ്സിലായി. എത്ര സമയം ബാക്കിയുണ്ടോ ആ സമയം നോമ്പ് നോൽക്കണം. ആശൂറ നോമ്പും അക്കാലഘട്ടത്തിൽ ഫർളായതുകൊണ്ട് റമദാൻ നോമ്പിനും ഈ വിധി ബാധകമാണ് എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പ്രത്യേകം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഏതോ പ്രദേശത്ത് നിന്ന് വന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്,
അദ്ദേഹം ഏത് നാട്ടിൽ നിന്നാണ് വന്നത് എന്ന് ചോദിക്കുന്നില്ല. നീ ഞങ്ങളുടെ മത്തയിൽപ്പെട്ട ആളാണോ വേറെ മത്തയിൽപ്പെട്ട ആളാണോ എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. മാസപ്പിറവിയുടെയും ഹിലാലിന്റെയും വിഷയത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഹദീസ് റക്ബ് എന്നറിയപ്പെടുന്ന ഈ ഒരു സംഭവമാണ്. ഇവിടെ മത്തൽ പരിഗണിക്കേണ്ടതില്ല, രാജ്യം പരിഗണിക്കേണ്ടതില്ല, എവിടെയാണ് ആരാണ് കണ്ടതെങ്കിലും അത് വിശ്വസ്തമായി വന്നാൽ സ്വീകരിച്ചു കൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ ചില മദ്ഹബുകളിലെ ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവനവന്റെ നാട്ടിൽ സ്വാഭാവികമാണ്. ഇങ്ങനെ ഒരു മാസത്തെ അറിയാൻ കഴിയാത്ത കാലഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ നാടിന്റെ കാഴ്ചയെ അവലംബിക്കുക എന്നതല്ലാതെ മറ്റു നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി അങ്ങനെയാണ് തുടർന്നു പോരുന്നത്. പക്ഷെ തുടർന്നു പോരുന്നത് അങ്ങനെ തന്നെ തുടരണം എന്നല്ലല്ലോ. അടിസ്ഥാന നിയമത്തിലേക്ക് മടങ്ങാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ മടങ്ങണം. അടിസ്ഥാനം എന്താണ്? അത് ഏകമാസപ്പറയിലേക്ക് വരണം. നമ്മുടെ നാട്ടിൽ ഇനിയും ഈ വിഷയത്തിൽ സമൂഹം എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. സമൂഹം അത് നന്നായി പഠിക്കേണ്ടതുണ്ട്. വസ്തുത ഇതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെയുള്ള സലഫികളുടെ ഹിലാൽ കമ്മിറ്റികൾക്കും അറിയാം ഏകമാസപ്പിറവിയാണ് അഫ്ളൽ, അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടേതും. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊന്നും അങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്. ഭൂരിപക്ഷം വരുന്ന ആളുകളും ആരെയും ഭൂരിപക്ഷം വരുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണോ? അള്ളാഹുവിന് വേണ്ടി മാത്രം ബലിയർപ്പിക്കുന്നവരാണോ? അള്ളാഹുവിന് മുന്നിൽ മാത്രം സുജൂദ് ചെയ്യുന്നവരാണോ? അല്ല. നേരെ മറിച്ച് അബൂജഹലിനെ പോലെ, ഉത്ബത്തിനെ പോലെ, ശൈബത്തിനെ പോലെ അമ്പിയാക്കളുടെ മുന്നിൽ, ഔലിയാക്കളുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും അവർക്ക് റബ്ബിന് മാത്രം കൊടുക്കേണ്ട സുജൂദുകൾ കൊടുക്കുകയും അവരോട് ഇസ്തിഗാസ ചെയ്യുകയും അവരുടെ പേരിൽ ബലിയറക്കുകയും. നിങ്ങൾ നോക്കൂ, ഉമഹിയത്തിന് അള്ളാഹുവിന്റെ പേരിൽ ബലിയറക്കുന്നവർ തന്നെയാണ് ഉള്ളാളങ്ങൾക്ക് വേണ്ടി ആടിന് നേർച്ചയാക്കുന്നത്, ഖുതുബിയത്ത് നടത്തി മൊയ്തീൻ ശൈഖിന് വേണ്ടി തങ്ങളുടെ നാട്ടിൽ ബലിയറക്കുന്നത്. ഇങ്ങനെ സൃഷ്ടികൾക്ക് വേണ്ടിയും ബലിയറുത്തുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവരൊക്കെ നമ്മുടെ നാട്ടിലെ പ്രാദേശിക കാഴ്ച അനുസരിച്ചാണല്ലോ എന്നുള്ളത് കൊണ്ട് ഇതാണ് അഫ്ളലെങ്കിലും അതിന്റെ പിന്നാലെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഖുബൂരികളെയും അതേപോലെ തന്നെ വ്യക്തമായ ശിർക്കുമായി നടക്കുന്നവരെയും ശിയഈ മാർഗത്തിലൂടെ അവരുടെ വിശ്വാസവുമായി നടക്കുന്നവരെയും ഇസ്ലാമിന്റെ ഇബാദത്തുകളിൽ പരിഗണിക്കേണ്ട ബാധ്യത ആത്മാർത്ഥതയുള്ള മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് സ്പെയിനിൽ താമസിക്കുന്ന ചില ആളുകൾ ചില ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ സൗദി അറേബ്യയിൽ മാസം പിറന്നു എന്നറിഞ്ഞാൽ, അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ പിന്തുടരാൻ അനുവാദമുണ്ടോ എന്നാണ് ചോദ്യം. അദ്ദേഹം നൽകുന്ന ഉത്തരം ഞങ്ങൾ സൗദി അറേബ്യക്കാരോടൊപ്പം സ്പെയിനിലുള്ള നിങ്ങൾ നോമ്പെടുക്കുകയാണ് എങ്കിൽ, നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. തെളിവത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് നബി പറഞ്ഞതിനാൽ നിങ്ങൾ ഹിലാലിന്റെ ദർശനം അനുസരിച്ച് നോമ്പെടുക്കണം, ഹിലാലിന്റെ ദർശനം അനുസരിച്ച് നോമ്പ് മുറിക്കണം എന്ന ഹദീസ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ഒരു നിയമം ഹിലാൽ കണ്ടാൽ നോമ്പെടുക്കണം, ഹിലാൽ കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കണം എന്ന് പറയുന്ന ഈ ഒരു നിയമം ലോകത്തുള്ള എല്ലാ ഉമ്മത്തിനും ബാധകമാണ്. സ്പെയിനിലുള്ള നിങ്ങൾക്ക് അവലംബിക്കാൻ ഏറ്റവും നല്ലത് ഹറമിന്റെ നാടാണ്. അതിന്റെ കാരണവും അദ്ദേഹം പറഞ്ഞു, ശരീഅത്തിന്റെ വിധി നടപ്പാക്കുന്ന കാര്യത്തിൽ ഏറ്റവും നന്നായി അധ്വാനിക്കുന്ന സമൂഹം, അത് ഭരണകൂടം, അത് സൗദിയാണ്. ആ രാഷ്ട്രത്തിന് കൂടുതൽ തൗഫീഖും ഹിദായത്തും അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയുണ്ടായി. അപ്പൊ മറ്റു നാടുകളെക്കാൾ ഇസ്ലാമിക നിയമങ്ങളെ അങ്ങേയറ്റം പരിഗണിക്കുന്ന സൗദി അറേബ്യയിൽ മാസം കണ്ടാൽ അത് നിങ്ങൾക്ക് ബാധകമാണ് എന്ന് അന്യരാജ്യത്തുള്ള ആളുകൾക്ക് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഫത്വ നൽകിയത് അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിലെ 15:105 കാണാൻ സാധിക്കും. ഹിജ്റ 230 ജനിച്ച് 307 മരിച്ച പ്രശസ്ത പണ്ഡിതൻ അബ്ദുള്ള അലി ഇബ്നുൽ ജാറൂദ് അദ്ദേഹം പറഞ്ഞു, വൈദാ റആഹുൽ ബസറ ഹിലാൽ റമളാൻ, ബസറക്കാരാണ് റമളാനിന്റെ ഹിലാൽ കാണുന്നത് എങ്കിൽ, സുമ്മ ബലഗ ദാലിക അഹ്ലൽ കൂഫ വൽ മദീന വൽ യമൻ, മറ്റു രാജ്യത്തുള്ള കൂഫയിലെയും മദീനയിലെയും യമനിലെയും ആളുകൾക്ക് ബസറയിൽ ഹിലാൽ കണ്ടു എന്ന വിവരമെത്തിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം ലസിമഹുമുസ് സിയാം, അവർക്ക് നോമ്പ് നിർബന്ധമാണ്. ഇത് ഇബ്നുൽ ഖാസിമും ഇബ്നു വഹബും മാലിക്കിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വിവരമെത്തിയാൽ നോമ്പെടുക്കണം, വിവരമെത്തുക എന്നതാണ് പ്രധാനം. ഇബ്നു ഖുദാമ അൽ മഖ്ദസി ഹംബലി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ്. അദ്ദേഹം
ഇൻസാഫിൽ രേഖപ്പെടുത്തി ഒരു നാട്ടുകാർ ഹിലാൽ കണ്ടാൽ എല്ലാ നാട്ടുകാർക്കും, ഏത് നാട്ടുകാർക്കും നോമ്പ് നിർബന്ധമാണ്. കണ്ട ആളുകൾക്ക് മാത്രമല്ല അത് ബാധകമാകുന്നത്. മത്തലകൾ ഒന്നാണെങ്കിലും അത് ഭിന്നിച്ചതാണെങ്കിലും അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നോമ്പെടുക്കലാണ് ഏറ്റവും അവർക്ക് വാജിബായിട്ടുള്ള കാര്യം എന്ന് ഇബ്നു ഖുദാമ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മുഗ്നിയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു നാട്ടുകാർ നോമ്പ് ഹിലാൽ കണ്ടാൽ മറ്റുള്ള ആളുകൾക്കും അതനുസരിച്ച് അമൽ ചെയ്യൽ ബാധ്യതയാണ്. അത് ഇമാം ലൈസിന്റെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു രാജ്യക്കാർ ഹിലാലിനെ കണ്ടാൽ എല്ലാ രാജ്യക്കാർക്കും നോമ്പ് നിർബന്ധമായി എന്നാണ് പൂർവികർ. ഇതെന്നാ പറയുന്നത്? ഒരു നാട്ടിലെ ഹിലാലിനെ മറ്റൊരു നാട്ടിൽ അറിയാൻ സാധ്യതയില്ലാത്ത ആദിമ തലമുറയിലാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിന് സാധ്യതയും വ്യക്തമായി സ്ഥിരപ്പെടുത്താനും സ്ഥിരീകരിക്കാനും കഴിയുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എത്രത്തോളം പാലിക്കണമെന്ന് പറയേണ്ടതില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫല്ലാബിതു അന്ന മദാറ ഹാദൽ അംരി അലൽ ബുലൂഗി ലിഖൗലിഹി സൂമു ലിറുയതിഹി ഫമൻ ബലഗഹു അന്നഹു റുയ ثبت في حقه من غير تحديد بمسافة أصل. അദ്ദേഹം പറഞ്ഞു, ഈ മാസപ്പിറവി സ്ഥിരപ്പെടുത്തുന്ന വിഷയത്തിൽ ഒരു കാര്യമേ നമുക്ക് ബാധ്യതയുള്ളൂ, കൃത്യമായ വിവരം കിട്ടുക എന്നത്. മാസപ്പിറവി കണ്ടു എന്ന് കൃത്യമായ വിവരം കിട്ടിയാൽ ഹിലാല് കാണപ്പെട്ടു എന്ന വിവരം ആർക്കാണോ എത്തിയത് അവന്റെ സ്വന്തം കാര്യത്തിൽ അത് സ്ഥിരപ്പെട്ടു. ഇവിടെ ദുൽഹിജ്ജയിൽ മാസം കണ്ട വിവരം നമുക്ക് എത്തിക്കഴിഞ്ഞു. വ്യാഴാഴ്ച അറഫാ ദിനമാണ് എന്നും ലോകത്തുടനീളം മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ബലിപെരുന്നാളാണ് എന്നുമുള്ള വിവരം വിശ്വസ്തമായി എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇനിയും പാരമ്പര്യം തുറന്നു കൊണ്ടുപോകുന്നത് ശരിയല്ല. ഇവിടെ ശിർക്ക് ചെയ്യുന്നവരും കുഫർ ചെയ്യുന്നവരും വിദഗ്ധായ ചാവടിയന്തരം നടത്തുന്നവരും മൗലികാഘോഷം കഴിക്കുന്നവരും ഒക്കെ പറയുന്നത് എന്താണ്? ഞങ്ങളെ പൂർവികരൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നു, ഇപ്പൊ ഞങ്ങൾ മാറ്റണോ? അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തു പോകുന്നത് ഇപ്പോൾ മാറ്റണോ എന്ന് ചോദിക്കുന്നതിന് പകരം പ്രമാണങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കാൻ അവസരം കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. ധാരാളം ഫത്വകൾ ഈ വിഷയത്തിലുണ്ട്. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് മറ്റൊരു വിഭാഗത്തിൽ വിശദമായി നൽകുന്ന പ്രത്യേകതയിൽ ഇദാലം യതയസ്സർ വതബഅദത്തിൽ യതയസ്സർ ദാലിക് വതബഅദത്തിൽ അഖാലിം വതബഅദത്തിൽ ബിലാദ് വസാമ കുല്ലു അഹ്ലി ബലദിൻ ബിറുയതിഹിം. നിങ്ങൾക്ക് മറ്റൊരു നാട്ടിൽ കണ്ട മാസം തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം പ്രദേശങ്ങൾ അകലുകയും മാസം കണ്ടത് അറിയാൻ സൗകര്യപ്പെടാതിരിക്കുകയും രാജ്യങ്ങൾ ദൂരെയായി പോവുകയും ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിന്റെ കാഴ്ച പരിഗണിക്കാം, ഫലാ ബഅസ, കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തൊട്ടു മുമ്പ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നാടിന്റെ കാഴ്ചക്കനുസരിച്ച് നോമ്പെടുക്കാൻ ഇബാദത്തുകൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ അതാണ് ഏറ്റവും വിശിഷ്ടമായതും ഏറ്റവും മികച്ചതും. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നാടിന്റെ വിശ്വസ്തമായ ഹിലാലിനെ അറിയാൻ കഴിഞ്ഞാൽ അതനുസരിച്ച് നോമ്പെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് അത്വയവും അഹ്സനും, ഏറ്റവും വിശിഷ്ടമായതും ഏറ്റവും മികച്ചതും എന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഫത്വ നൽകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അറിയാൻ സൗകര്യമുണ്ടോ ഇല്ലേ? സൗകര്യപ്പെടുമെങ്കിൽ എന്നാണ്. അപ്പൊ സൗകര്യപ്പെടുമെങ്കിൽ തീർച്ചയായും നമ്മൾ അങ്ങോട്ട് മടങ്ങേണ്ടതുണ്ട്. ലോകത്തിന്റെ നാനാദിക്കന്മാരി ഈ തമിഴ്നാട്ടിലൊക്കെയുള്ള ജാക്കി എന്നൊക്കെ പറഞ്ഞ സലഫികളുടെ വലിയ സംഘം 10-40 വർഷങ്ങളായി അവരെവിടെ മാസം കണ്ടു എന്നറിഞ്ഞാലും അത് നമുക്കറിയാം. തമിഴ്നാട്ടിലൊക്കെ അടുത്ത കാലത്താണ് നമ്മുടെ കൂടെ മാസം കാണാൻ തുടങ്ങിയത്. എല്ലാ വർഷവും പണ്ട് കുറച്ച് മുതിർന്ന ആളുകൾക്കറിയാം, നമ്മൾ എന്നാണോ പെരുന്നാൾ കഴിക്കുന്നത് പിറ്റേന്നാ തമിഴ്നാട്ടിൽ. ഇത് ആന്ധ്രോത്ത് ദ്വീപുകാരന്മാര്, ആന്ധ്രോത്ത് ദ്വീപുകാർ അങ്ങനെയാണല്ലോ. നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത് ഇപ്രാവശ്യം 3 ബലി പെരുന്നാളാണ്. വെള്ളിയാഴ്ച സൗദി അറേബ്യയിൽ ബലി പെരുന്നാൾ, ശനിയാഴ്ച നമ്മുടെ നാട്ടിലെ ഒരു വലിയൊരു വിഭാഗത്തിന് ബലി പെരുന്നാൾ, ഞായറാഴ്ചയാണ് ആന്ധ്രോത്ത് ദ്വീപിൽ പെരുന്നാൾ. ഇങ്ങനെ 2-3 പെരുന്നാളുകൾ ഇസ്ലാമിനെ പരിഹസിക്കുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് ഏതെങ്കിലും വിഭാഗങ്ങളോടോ സംഘങ്ങളോടോ സംഘടനകളോടോ പ്രത്യേകം ഒരു മമതയോ പ്രത്യേകം ഒരു വെറുപ്പോ ഒന്നുമില്ല. നേരെ മറിച്ച് പ്രമാണങ്ങളോടാണ് സ്ഥിരത. കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കണം, കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ എന്ന് അത് വേർതിരിക്കപ്പെടാത്തത് കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായ ആരെങ്കിലും ഇത് നടപ്പാക്കി തുടങ്ങിയെങ്കിൽ അല്ലാതെ അഫ്ളലായ അത്വയബായ അഹ്സനായ ഒരു നിലപാടിലേക്ക് വരില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആളുകൾ എണ്ണത്തിൽ കുറവാണെങ്കിലും ഏതാനും വർഷങ്ങളായി നമ്മൾ ഈ മര്യാദ പാലിച്ചു പോരുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പെരുന്നാൾ ഖുതുബ നടക്കുന്നത് വെള്ളിയാഴ്ചയായിരിക്കും. വെള്ളിയാഴ്ചയിൽ
പെരുന്നാളിന് പങ്കെടുക്കുന്ന ആളുകൾക്ക് ജുമയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ലെങ്കിലും പള്ളിയിൽ ജുമ നടക്കുക എന്നത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നാം ജുമയിലും അതേപോലെ തന്നെ പെരുന്നാളിന്റെ ജമാഅത്തിലും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഏറ്റവും പ്രധാനമായും ദുൽഹിജ്ജ 10 ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ദിക്റുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് തുടങ്ങിയിട്ടുള്ള ദിക്റുകൾ നാം വർദ്ധിപ്പിക്കുക. അതേപോലെ പറ്റുമെങ്കിൽ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക, അതേപോലെ നന്മകൾ വർദ്ധിപ്പിക്കുക, സദഖ വർദ്ധിപ്പിക്കുക. എല്ലാ ഇബാദത്തും, നോമ്പും ഹജ്ജും സദഖയും ദിക്റുകളും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു കാലഘട്ടം വേറെയില്ല. അതുകൊണ്ടാണ് ഏറ്റവും മഹത്വമുള്ള ദിനങ്ങളായി ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ മാറിയത് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളാഹി പോലുള്ള ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവുകളുടെയും പകലുകളുടെയും പവിത്രതയും മഹത്വവും സ്വന്തമാക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ ഇബാദത്തുകാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏത് വിഷയത്തിലും സുന്നത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا أجرنا من النار، ربنا أجرنا من النار، ربنا أجرنا من النار. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.